അല്ലാണ്ട് ഒരു BJP ഞാൻ എൻ്റെ 5 കൊല്ലം തരേ എന്തിട്ട് തരുന്നത്? ഇവ എന്തിട്ട് പാടി വെച്ചോണ്ട് കൂടെ സുരേഷ് ഗോപി ഇവ മതസൗഹാർദ്ദമുള്ള രാജ്യമാണ്, മനസ്സിലായ? ഞാൻ തൃശ്ശൂർ എടുക്കുമെന്ന് പറഞ്ഞു. എടുക്കുന്ന അവൻ്റെ വീട്ടിലാണ് എടുക്കുന്നത്. അതൊക്കെ കൊല്ലത്തെന്ന് പറയാം, ഇവിടെ നിന്ന് നടക്കില്ല. ഇവിടെ നിന്ന് ജയിക്കപ്പെട്ടുള്ളൂ ആണുങ്ങളെ പോലെ. ഈ സുരേഷ് ഗോപിയായാലും മോഡിയായാലും BJP നിന്നും ജയിക്കിച്ച ഇവിടെ കേരളത്തിൽ നടക്കില്ല. പോരാത്ത ഈ മണിപ്പൂർ ഇത് ജനങ്ങൾ മണിപ്പൂർ ഉമ്മന്മാരുടെ രാജ്യമല്ല തൃശ്ശൂർ, കേരളം. ഇപ്പോൾ മോഡി വന്ന് നിന്നാലും ഇവിടെ ജയിക്കാൻ പോകുന്നില്ല. അത്രയേറെ ഉറപ്പാണ്. ഉറപ്പാണ്, 100ക്കും 100. ഞാൻ ഇതുവരെയല്ല കമ്മ്യൂണിസ്റ്റുകാരായിട്ട് പറയല്ല, ഇവരെ തട്ടിപ്പൊന്നും ഇവിടെ കേരളത്തിൽ നടക്കില്ല. പിന്നെ പോരാത്തതിന് ഇവിടെ മതഭ്രാന്തന്മാരൊന്നും ആരുമില്ല, മനസ്സിലായ? കോൺഗ്രസ് നിന്നാലും കമ്മ്യൂണിസ്റ്റ് നിന്നാലും BJP എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ശാപ. ഇവിടെ ചെറുക്കം വന്നാൽ ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ഒരേപോലെ കണക്ക് കൂട്ടുന്ന സ്ഥലം. വടക്കുന്നാഥ ക്ഷേത്രമുണ്ട്, അവിടെ മതസൗഹാർദ്ദം. പുത്തമ്പള്ളിയുണ്ട്, പള്ളിയുണ്ട്, ഇവിടെ മുസ്ലിം പള്ളിയുണ്ട്, പിന്നെ ഒക്കെ മതസൗഹാർദ്ദമുള്ള. തല്ലുകൂടെ ഇവിടെ ആരും സമീപിക്കില്ല. ഇവരെ കുന്നംകുളം, പിന്നെ അവിടെ വടക്കാഞ്ചേരി എന്നുള്ള ആൾക്കാർ ജയിച്ചു പറയുന്ന ഒരു കാലിന് കേല്ല. ഏത് സുരേഷ് ഗോപി എന്നാലും ഏത് മോഡി വല്ല നിന്നാലും ഇവിടെ തൃശ്ശൂരിനെ പറ്റിയ ഒരു മണിപ്പൂർ 200 പള്ളി പൊളിച്ചിട്ടുണ്ട്. മണിപ്പൂർ, മേഘാലയ, മിസോറാം, മനസ്സിലായ? എന്തുകൊണ്ട് ഇവർ പൊളിക്കുന്നു? ഇത് മനസ്സിലായ? അവർക്ക് ഇത് പൊളിക്കാണ്ട് വേറെ സ്ഥലമല്ലേ, മനസ്സിലായ? ആൻ്റെ ശാന്തിവാസി വന്നാൽ ആ തട്ടിപ്പൊന്നും കേരളത്തിൽ നടക്കില്ല. അത് പ്രത്യേകിച്ചും അത് മതസൗഹാർദ്ദമുള്ള രാജ്യം. അത് തല്ലി തകർക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. തൃശ്ശൂർ സുരേഷ് ഗോപി എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പല സമയം എടുക്കുമെന്ന് പറയുന്നുണ്ട്. ആദ്യം പറയും ഞാൻ MP ആണ്, പിന്നെ പറയും ഞാൻ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി പോവാന്നൊക്കെ പറയും. അപ്പോൾ താങ്കൾക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് 82 വയസ്സാവണു. എന്താണ് പേര്? പേര് ജോസഫ്. തൃശ്ശൂരിന് ശരിക്കും ഒരു പൈതൃകം ഉണ്ടല്ലേ? ഞാൻ ഒരു 82 വയസ്സായി അല്ലേ? 82 വയസ്സായ ഒരാളെ പിടിക്കുമ്പോൾ തൃശ്ശൂർ എന്താണ് എന്നുള്ളത് ശരിക്കും എനിക്ക് മനസ്സിലാക്കാൻ കഴിയും, നാട്ടുകാർക്ക് മനസ്സിലാക്കാൻ കഴിയും, ഈ പ്രോഗ്രാം കാണുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും. സൗഹാർദ്ദ ഇവർ സൗഹാർദ്ദ രാജാണ് തൃശ്ശൂർ, മതേര രാജാണ് തൃശ്ശൂർ. പിന്നെ പോരാത്തതിന് ഇവിടെ മതഭ്രാന്തന്മാരൊന്നും ആരുമില്ല, മനസ്സിലായ? കോൺഗ്രസ് നിന്നാലും കമ്മ്യൂണിസ്റ്റ് നിന്നാലും BJP എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ശാപ. മനസ്സിലായി? എന്താ സംഭവം? ശാപം കാരണം വെച്ചാൽ സുരേഷ് ഗോപി കൊല്ലത്തുനിന്ന് ഇവിടെ വന്ന് വെല്ലടത്ത് നിന്ന് തൃശ്ശൂർക്കാർ സമ്മതിക്കുമോ? ഏത് പാർട്ടിക്കാരും അതിൽ തന്നെ എതിരുണ്ട് ഈ BJPയിൽ. എന്താ ഇയാളെ കൊണ്ടിട്ട് ഞങ്ങൾ നിർത്തുന്നില്ല എന്നങ്ങനെ പല അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനെ, അത് വേറെ വിഷയം. അതല്ല, ഇവിടെ മതസൗഹാർദ്ദമുള്ള രാജ്യമാണ്. ഏത് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ. ഇവിടെ ഏത് വെച്ചാലും ഒന്നല്ലെങ്കിൽ കോൺഗ്രസ് അല്ലെങ്കിൽ കമ്മ്യൂണിസം. അതുകൊണ്ട് ഇത്ര ക്ലിയർ ആയിട്ട് പറയാം. ഞാൻ പറയുന്നത് 82 വയസ്സായുള്ള ഒരാളാണ് നിങ്ങൾ. ഈ തൃശ്ശൂരിൻ്റെ പൈതൃകം എന്താണെന്ന് താങ്കൾക്ക് നന്നായിട്ട് അറിയാം. അതിനപ്പുറത്തേക്ക് ഇവിടെ ശരിക്കും BJP എന്നുള്ള പാർട്ടിക്കൊരാൾ അല്ലെങ്കിൽ സുരേഷ് ഗോപി തന്നെ മത്സരിക്കാൻ നോക്കട്ടെ, BJPക്ക് എത്രത്തോളം അടിത്തറയുണ്ട് ശരിക്കും ഇവിടെ? ഇത്ര ചെറുക്കം വന്നാൽ 10% കച്ച ഉണ്ടാവുള്ളൂ. ഇവിടെ ചെറുക്കം വന്നാൽ ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ഒരേപോലെ കണക്ക് കൂട്ടുന്ന സ്ഥലമാണ് ക്രിസ്ത്യാനി. അപ്പോൾ ഇതൊക്കെ വടക്കുന്നാഥ ക്ഷേത്രമുണ്ട്, അവിടെ മതസൗഹാർദ്ദം. പുത്തമ്പള്ളിയുണ്ട്, പള്ളിയുണ്ട്, ഇവിടെ മുസ്ലിം പള്ളിയുണ്ട്, പിന്നെ ഒക്കെ മതസൗഹാർദ്ദമുള്ള. തല്ലുകൂടെ ഇവിടെ ആരും സമീപിക്കില്ല, മനസ്സിലായി? അത് ഇവിടെ ഏത് സുരേഷ് മോഡി വരെ നിന്നാലും തൃശ്ശൂരിന് കിട്ടാൻ സീറ്റാ. പിന്നെ പറയുന്നവരുണ്ട്, ഇവിടെ ഉള്ളവരല്ല, വലിയ പോണവർ ഇവിടെ ഉള്ളവരല്ല, ഇവരെ കുന്നംകുളം, പിന്നെ അവിടെ വടക്കാഞ്ചേരി എന്നുള്ള ആൾക്കാർ ജയിച്ചു പറയുന്ന ഒരു കാലിന് കേല്ല. ഏത് സുരേഷ് ഗോപി എന്നാലും ഏത് മോഡി വല്ല നിന്നാലും ഇവിടെ തൃശ്ശൂരിനെ പറ്റിയ ഒരു ഇവിടെ ഒന്നല്ലെങ്കിൽ കോൺഗ്രസ് അല്ലെങ്കിൽ കമ്മ്യൂണിസം, അല്ലാണ്ട് ഇത് മതസൗഹാർദ്ദമുള്ള സ്ഥലമാണ് തൃശ്ശൂർ. ഇവിടെ ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ഒരേപോലെ കണക്കുന്ന സ്ഥലമാണ്. ഇത് വടക്കുന്നാഥ ക്ഷേത്രം എല്ലാം നമ്മുടെ ക്ഷേത്രമാണ്. അതുമാതിരി പുത്തമ്പള്ളിയുണ്ട്, പിന്നെ ഇവിടെ ഞങ്ങളുടെ മുസ്ലിം പള്ളിയുണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഒരു കാര്യം ചെറുതായിട്ട് ഞാൻ ചോദിക്കാം. മണിപ്പൂർ വിഷയം ശരിക്കും ഇവിടെ ബാധിച്ചിട്ടുണ്ടോ? മണിപ്പൂർ വിഷയം പേപ്പറിലൊക്കെ വന്നിട്ടുണ്ട്, എന്നാലും കുറച്ച് ബാധിച്ചിട്ടുണ്ട്. ഈ പള്ളികൾ പൊളിക്കുക, ബാബറി പൊളിച്ചിട്ട് അവിടെ രാമക്ഷേത്രം പണിതു. ഞാൻ ബാബറി മസ്ജിദ് പോയിട്ട് കണ്ടിട്ടുണ്ട്. അതിൽ ഏച്ചിട്ടുണ്ട് 740 കൊല്ലം പഴക്കമുള്ളതാണ് ഏത് ബാബറി. ഞങ്ങൾ ഓൾ ഇന്ത്യ ടൂർ പോയപ്പോൾ അതിൻ്റെ ശേഷം ഇവിടെ പൊളിച്ച ഏത് ബാബറി. മണിപ്പൂർ
പള്ളി പൊളിച്ചിട്ടുണ്ട്. മണിപ്പൂർ, മേഘാലയ, മിസോറാം. മനസ്സിലായ? എന്തുകൊണ്ട് ഇവർ പൊളിക്കുന്നു? ഇത് മനസ്സിലായ? അവർക്ക് ഇത് പൊളിക്കാണ്ട് വേറെ സ്ഥലമില്ലേ? അത് ആദ്യം തന്നെ മാറ്റണം. ഇത് ഇന്ത്യ മതസൗഹാർദ്ദമുള്ള, അതായത് വെറുതെ വെട്ടിമുറിക്കാനൊന്നും കേരളത്തിൽ ഒരു തട്ടിപ്പ് നടക്കാൻ ഒരു BJP-ക്കാരല്ല വേറെ സമ്മതിക്കില്ല. അത് കമ്മ്യൂണിസ്റ്റുകാരായാലും കോൺഗ്രസ്സുകാരായാലും BJP-ക്കാരായാലും ശരി. ഇവിടെ നമ്മൾ ഒത്തൊരുമിച്ചുള്ള തല്ലുകൊള്ളാൻ സമ്മതിക്കില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. അത്രയേറെ മതസൗഹാർദ്ദം തകർന്നുണ്ടോ ശരി? തകർന്ന് ഇപ്പം ഇവർ ഈ കുത്തയും കൊണ്ട് വന്നിപ്പോൾ മോഡി വന്നാൽ കാണുകയല്ല. ഇവിടെ കരുണാകരൻ നിൽക്കുന്ന കാലത്ത് ഇന്ദിരാഗാന്ധി വന്നു. അവിടെ കരുണാകരൻ തോറ്റു, VV രാഘവേട്ടൻ ജയിച്ചു. മനസ്സിലായ? അങ്ങനെ രണ്ട് ഉണ്ട്. മനസ്സിലായ? ഇങ്ങനെ ആര് വന്നാലും ഇവിടെ കാര്യമൊന്നുമില്ല. ഇപ്പോൾ മോഡി വന്ന് നിന്നാലും ഇവിടെ ജയിക്കാൻ പോകുന്നില്ല. അത്രയേറെ ഉറപ്പാണ്. ഉറപ്പാണ്, 100ക്ക് 100. ഞാൻ ഇതുവരെയല്ല, കമ്മ്യൂണിസ്റ്റുകാരായിട്ട് പറയല്ല, ഇവരെ തട്ടിപ്പൊന്നും ഇവിടെ കേരളത്തിൽ നടക്കില്ല. അതൊക്കെ വില ബീഹാറും, രാജസ്ഥാൻ, ഒഡീഷ, UP അവിടെ വിദ്യാഭ്യാസം ഇല്ല. ഇവിടെ റാന്ന് പറഞ്ഞാൽ കാത്തിയാൽ സ്കൂളിൽ പോയാൽ 10ാം ക്ലാസ് പഠിച്ച സ്കൂളിൽ അവിടെ പഠിപ്പിക്കില്ല. കാത്തിയായിട്ട് ഓടിക്കുക. കുറേ മുതലാളിമാരുടെ കയ്യിൽ ഇവരെ കയ്യിലിരിക്കുക. അവർ പറഞ്ഞത് ദൈവം. ഇവിടെ തട്ടിപ്പൊന്നും കേരളത്തിൽ നടക്കില്ല. ഒരു മോഡിയല്ല, ഒരു സുരേഷ് ഗോപി അല്ല, ഒരു ഷാ വന്നാലും ഒരു കാര്യമില്ല. എനിക്ക് പറയാനുള്ളത് ഉറപ്പാണ് ശരിക്കും ജയിക്കില്ല. ഇപ്പം 100ക്ക് 100. ഇപ്പം മോഡി വന്ന് ജയിച്ചാലും ജയിക്കില്ല. ഇപ്പം മോഡി 2ാം തീയതി വരുന്നതെന്ന് പറയുന്നുണ്ട്. എന്താ കാര്യം? അയാൾ വന്ന് പോണു. അത് മതസൗഹാർദ്ദമുള്ള രാജ്യമാണ്. ഏത് തൃശ്ശൂർ അത് സാംസ്കാരിക സംസ്ഥാനമാണ്. മറ്റേ ഹിന്ദുവായാലും മുസ്ലിമായാലും ഒത്തൊരുമിച്ച് പോകണ രാജ്യം. നടക്കില്ല. ഒരു തട്ടിപ്പും പറ്റില്ല BJP. സുരേഷ് ഗോപി വല്ല സിനിമ അന്വേഷിച്ച് ആ തട്ടിപ്പൊക്കെ ഇവിടെ നടക്കൂ. സിനിമേനെ അന്വേഷിച്ച് ആ തട്ടിപ്പ് ഇത് അതേപോലെ തമിഴിൽ നടക്കും, കേരളത്തിൽ നടക്കില്ല. 100ക്ക് 100. വീണ്ടും പറയുന്നു. ഒന്നില്ലേ ഇവിടെ കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസം. അല്ലാണ്ട് ഒരു BJP ഞാൻ എൻ്റെ 5 കൊല്ലം തരേ എന്തിട്ട് തരുന്നത്? ഇവ എന്തിട്ട് പാടി വെച്ചോണ്ട് ഇവിടെ സുരേഷ് ഗോപി? ഇവ മതസൗഹാർദ്ദമുള്ള രാജ്യമാണ്. മനസ്സിലായ? ഞാൻ തൃശ്ശൂർ എടുക്കുമെന്ന് പറഞ്ഞു. എടുക്കുന്ന അവൻ്റെ വീട്ടിലാണ് എടുക്കുന്നത്. അതൊക്കെ കൊല്ലത്തെന്ന് പറയാം. ഇവിടെ ഒന്നും നടക്കില്ല. ഇവിടെ മതസൗഹാർദ്ദം ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി ഒറ്റയുള്ള രാജ്യമാണ്. അപ്പോൾ എടുക്കും എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയണം. ഇടയ്ക്കിടയ്ക്ക് അയാൾ പറയല്ല, കുറേ ആൾ പറപ്പിക്കുക. ഇപ്പം സുരേഷ് ഗോപി ഇതേ കൊടുക്കുന്നു 3 ലക്ഷം അവിടെ. ഇവരെടുത്ത് കൊടുക്കുക. BJP-ക്കാർ അവിടെ കൊടുത്തോ? ഇതേ വരുന്നു സുരേഷ് ഗോപി, ഇതേ 3 ലക്ഷം കൊടുത്തു. 5 അവരാ MP ഇവിടെ നിന്ന് ജയിക്കപ്പെട്ടുള്ളൂ ആണുങ്ങളെ പോലെ. ഈ സുരേഷ് ഗോപി ആയാലും മോഡി ആയാലും BJP നിന്നും ജയിക്കട്ടെ. ഇവിടെ കേരളത്തിൽ നടക്കില്ല. അതൊക്കെ ബീഹാറിലെ, ഒഡീഷയിലെ, ഒരു ഗുജറാത്തില്ലേ ഇയാൾ വന്ന സ്ഥലം. ആര് മോഡി. അയാൾ എന്നിട്ട് മതത്തിനെ തല്ലി താർത്തു വന്നുള്ളവനാണ്. മനസ്സിലായി? ഓൻ ചാന്തിവാസി വന്ന ആ തട്ടിപ്പൊന്നും കേരളത്തിൽ നടക്കില്ല. അത് പ്രത്യേകിച്ചും അത് മതസൗഹാർദ്ദമുള്ള രാജ്യമാണ്. അത് തല്ലി താർക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇവിടെ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പറയല്ല, ഇവിടെ ഈ തട്ടിപ്പൊന്നും ഇവരെ നടക്കില്ല. വീണ്ടും പറയുന്നു. മൂന്നാമതും തോൽക്കും. അവൻ തോൽക്ക കെട്ടിയ ചാച്ചിട്ടില്ല. പോരാത്ത ഈ മണിപ്പൂർ ഇത് ജനങ്ങൾ മണിപ്പൂർ ഉമ്മമാരുടെ രാജ്യമല്ല തൃശ്ശൂര്, കേരളം. ഇവിടെ അനങ്ങിയ അപ്പം പറയും ഞാൻ അനങ്ങിന്ന്. ഞാൻ അങ്ങനെ നടന്നു ഇങ്ങനെ നടന്നു. അവിടെ ആർക്കറിഞ്ഞൂടാ? അവിടെ വിദ്യാഭ്യാസം ഇല്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ നീയെ ഒരു വഴിയുടെ ജവ അങ്ങടെ പോണേന്ന് പറയും. അതുള്ള രാജ്യമാണ് കേരളം. അത് പ്രത്യേകിച്ച് തൃശ്ശൂര് സാംസ്കാരിക തലസ്ഥാന. ഒരു BJP-ന് തട്ടിപ്പും നടക്കില്ല. സുരേഷ് ഗോപി ഞാൻ 5 കൊല്ലം ജയിക്കാം, 5 കൊല്ലം ജയിക്കാം. സുരേഷ് ഗോപി ഈ പ്രധാനമന്ത്രിയാവും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാവും എന്നൊക്കെ പറയുന്ന ആളുകളുടെ അവനാ. ഇവിടെ ഒരു സ്ഥലത്ത് കഴിഞ്ഞാൽ ജയിച്ചു വരുന്നവരെ സീറ്റ് കിട്ടിയ കഴിഞ്ഞ ഇലക്ഷനല്ലേ ഞാൻ 3/4 ഭാഗം തിരിച്ച കേരളം പിടിക്കും. എവിടെ കിട്ടിയ ഇതന്നെ സ്ഥിതി പിടിക്കും. ഇത് പോരാത്തന്നെ മണിപ്പൂർ, മേഘാലയ, മിസോറമൊക്കെ ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക. ഇതൊക്കെ മനുഷ്യൻ്റെ ഉള്ളിൽ ഇളക്കാ. ഇതൊക്കെ മനസ്സിലാവില്ല. ഇവര് തട്ടിപ്പൊക്കെ കേരളത്തിൽ ഒരു തട്ടിപ്പും ഒരു BJP-ക്ക്, ഒരു ഷാന, ഒരു മോദിന് നടക്കില്ല. ഇത് മതസൗഹാർദ്ദമുള്ള രാജ്യമാണ് കേരളം. അത് കുറച്ച് ഇന്ത്യയിലെ ഏറ്റവും വിദ്യാഭ്യാസമുള്ള രാജ്യമാണ് കേരളം. ബീഹാറിൽ വിദ്യാഭ്യാസമില്ല, UP-ന് വിദ്യാഭ്യാസമില്ല. ഒറീസയിൽ ഓൻ ശാന്തി സ്വാമികളുടെ ഇടപാടല്ല. ഇങ്ങനെ രാജസ്ഥാൻ അവിടെയൊക്കെ എന്തിനാ വിദ്യാഭ്യാസം? ഇവിടെ വിദ്യാഭ്യാസമുള്ള ഒരു തട്ടിപ്പും ഇവർ നടക്കില്ല. വീണ്ടും ഇത് ഇവർ കഴിഞ്ഞാണ് ഞാൻ എല്ലാം പിടിച്ചു. എല്ലാം കിട്ടിയ ഒന്നും കിട്ടിയില്ല. ഇത് മോഡി വരുന്നു, അയാൾ വന്നാൽ പോവും. ഇതിനകത്താണ് പറഞ്ഞാൽ പോവും. എനിക്ക് ചെറിയൊരു ചോദ്യമുണ്ട്. അതായത് ഈ സുരേഷ് ഗോപി ശരിക്ക് BJP സ്ഥാനാർത്ഥി അല്ലെങ്കിൽ
ജയിക്കുമായിരുന്നു. അവൻ BJP ഇവിടെ ശൈലി നടക്കില്ല. ഇവിടെ അതൊക്കെ തമിഴ്നാട്ടിലൊരു വിജയം നിന്നു. അത് അല്ലെങ്കിൽ എന്താ കമലഹാസൻ, ഇപ്പം കമലഹാസൻ നിന്നിട്ട് വല്ലതും കിട്ടിയ ഇല്ല. മനസ്സിലായ ഇവിടെ ഒരു തട്ടിപ്പം കേരളത്തിലെ സിനിമ ശൈലി നടക്കില്ല. മനസ്സിലായ ഇവിടെ ഞാൻ ചോദിക്കുന്നത് BJP അല്ലാതെ സുരേഷ് ഗോപി സ്വതന്ത്രമായി നിൽക്കുക തോൽക്കും. ഇപ്പം സുരേഷ് ഗോപി അവൻ ഏത് പാർട്ടിക്കാരായാലും അവൻ ഒന്നാമത്തേന് ഇവിടുന്ന പറഞ്ഞത് കൊല്ലത്തുനിന്ന് ഇവിടെ ഇവരേലിന് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇന്ന് നമ്മുടെ ആൾക്കാരെ കൊല്ലത്താരെ നിർത്താനാണ് ഇത് പല BJPക്കാരും ഞാൻ കാണുന്നുണ്ട്. പല ആളെൻ്റെ കൂട്ടുകാരും സഹപാഠികളുണ്ട്. മനസ്സിലായ ഞാൻ 64 കൊല്ലമുള്ള കമ്മ്യൂണിസ്റ്റുകാരനാണ്. അടിയന്തരാവസ്ഥയിലൊക്കെ ഒന്ന് ഉള്ളിൽ പോയിട്ടാണ്. എനിക്ക് പേടിയും വരുന്നില്ല. മനസ്സിലായ അങ്ങനെ പേടി അത് മനസ്സിലായി. മതസൗഹാർദ്ദമുള്ള രാജ്യമാണ്. അത് തല്ലി തകർക്കാൻ കേരളത്തിൽ നടക്കില്ല. തൃശ്ശൂർ പ്രത്യേകിച്ച് നടക്കില്ല. ഇവിടെ നടക്കുന്ന ക്ഷേത്രമുണ്ട് പുത്തമ്പള്ളി. അത്ര ആ രീതിയിലേക്കാണ് ശരിക്കും തൃശ്ശൂർ ഒരിക്കൽ പോലും കര കയറില്ല എന്നുള്ളതാണ് ചേട്ടൻ്റെ അഭിപ്രായം. ഞങ്ങൾ പകുതി പിടിക്കുന്നവനുണ്ടായി ഒരു സീറ്റ് കിട്ടിയ കഴിഞ്ഞ ആളെ പറഞ്ഞില്ലേ ഒക്കെ ഞങ്ങൾ പകുതി വിൽക്കാൻ ഞങ്ങൾ ഭരിക്കുന്ന 100 പ്രാവശ്യം പറഞ്ഞു. വല്ല സീറ്റ് കിട്ടിയ ഒറ്റ സീറ്റ് കിട്ടിയില്ല. ഇതന്നെ എവിടെയും പ്രത്യേകിച്ച് ഇപ്പം മണിപ്പൂർ, മേഘാലയ അവിടെ വരെ വരും. ഓക്കെ, അപ്പോൾ നന്ദി.